പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ സഞ്ചാരത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിച്ച ഓർമ്മകളുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരത്തിൽ കാണിച്ചതല്ലാതെ സംഭവങ്ങൾ ആ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് സഞ്ചാരത്തിൽ വളരെ സുഗമമായി യാത്ര ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുമ്പോഴും നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയെ കടന്നു പോവുകയും അത് ആ സഞ്ചാരത്തിൽ പറയാൻ പറ്റാതെ അല്ലെങ്കിൽ സഞ്ചാരത്തിലെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ പറ്റാതെ പോവുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ പലതും ഞാൻ ഈ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് എന്ന പരിപാടിയിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഫ്രിക്കയിലൂടെ നടത്തിയൊരു യാത്രയുടെ കഥയാണ്. ആഫ്രിക്കയിലെ എത്യോപ്യ സഞ്ചാരത്തിൽ 2 തവണ കാണിച്ചിട്ടുള്ള രാജ്യമാണ്. പുലർച്ചെ ബോംബെയിൽ നിന്ന് പുറപ്പെട്ട വിമാനം അറബിക്കടലിനെയൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ എത്യോപ്യയിലെ അഡിസ് അബാബ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങാറാവുന്നു. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, നമ്മൾ പറഞ്ഞതിൽ നിന്നും 10 മിനിറ്റ് നേരത്തെയാണ് ലാൻഡ് ചെയ്യുന്നത്. 8 മണിക്കാണ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിലും 7:50 ആയപ്പോഴേക്കും വിമാനം ലാൻഡ് ചെയ്തു. അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ എയർപോർട്ടിൽ നമുക്ക് വിസ ഓൺ അറൈവലുണ്ട് ഇന്ത്യക്കാർക്ക്. ആ വിസ ഓൺ അറൈവലിൽ നമ്മളൊരു $50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ അടിച്ച് കിട്ടും. ആ വിസയായിട്ട് ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മലയാളി സുഹൃത്തിനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ നേരത്തെ എനിക്ക് പരിചയമുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഇമെയിലിലൂടെയും ഫോണിലൂടെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സുജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തിരുവനന്തപുരംകാരനാണ്. ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ഈ എത്യോപ്യയുടെ പ്രധാന പട്ടണങ്ങൾ കവർ ചെയ്യാനല്ല, ഉൾനാടുകളിലേക്ക്. എത്യോപ്യയിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമുള്ളൊരു പ്രദേശമുണ്ട്, ഡെനാക്കൽ ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഒരു ഉപ്പ് മരുഭൂമി. അത് സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ താഴെ കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകണം, അവിടുന്ന് ഉൾനാടുകളിലൂടെ യാത്ര ചെയ്യണം. ചിലത് വണ്ടി വിളിച്ച്, ചിലത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ, ചിലത് വിമാനത്തിൽ ഒക്കെ ആയിട്ട് ഞാൻ ആഫ്രിക്കയുടെ പ്രത്യേകിച്ച് എത്യോപ്യയുടെ ഉൾനാടുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു യാത്രയാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ കയറി. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇനി എനിക്ക് പോകേണ്ടത് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു ചെറിയ വിമാനത്തിൽ എനിക്ക് മെക്കേലെ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് പോകണം. മെക്കേലെ എത്യോപ്യയുടെ വടക്കേ ഭാഗത്താണ്. ഈ അഡീസ് അബാബ ഏതാണ്ട് മധ്യഭാഗത്താണ്. അവിടുന്ന് പിന്നെയും തെക്കോട്ട് കുറേ ഭാഗം കൂടെ എത്യോപ്യയ്ക്കുണ്ട്. അവിടെയൊക്കെ വന്യജീവി സങ്കേതങ്ങളും ഗോത്ര ഗ്രാമങ്ങളും ഒക്കെയുള്ള തെക്കൻ ഭാഗമുണ്ട്. എന്നാൽ വടക്കേ അറ്റത്തോട്ട് ചെല്ലും തോറും അത് നമ്മൾ എറിത്രിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അതിര് വരെ എത്തും. അവിടെയൊക്കെ സംഘർഷഭരിതമായ പ്രദേശങ്ങളാണ്. ഞാൻ ആ പോകുന്ന നാളുകൾക്ക് തൊട്ട് മുമ്പ് അവിടെ വലിയ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ ഉണ്ടായി. ഈ എറിത്രിയയും എത്യോപ്യയും തമ്മിൽ വളരെ ശത്രുത നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഒരു സാഹചര്യമാണ് അവിടെ. അതുകൊണ്ട് തന്നെ എറിത്രിയൻ തീവ്രവാദികൾ ഇടയ്ക്കിടയ്ക്ക് നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ എനിക്കറിയാം. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന മെക്കേലെ എന്ന് പറയുന്നൊരു പട്ടണത്തിലേക്കാണ് പോകുന്നത്. മെക്കേലെ പട്ടണം ഈ അഡിസ് അബാബ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്. അവിടെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. ധാരാളം സമ്പന്നരുണ്ട്, ധാരാളം രാഷ്ട്രീയക്കാർ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല അത് സിറ്റി ഓഫ് നോളജ് എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള നഗരം. അപ്പോൾ അവിടേക്ക് പോകാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. അപ്പം സുജിത്ത് തന്നെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടു. യാത്രയൊക്കെ പറഞ്ഞു പോയി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ എത്യോപ്യയുടെ പല ഭാഗത്ത് സുഹൃത്തുക്കളുണ്ട്, ബിസിനസ് ബന്ധങ്ങളുണ്ട്. ഈ സുജിത്ത് അവിടെ ഒരു ഫ്ലവർ ഫാമാണ് നടത്തുന്നത്. അതായത് പൂക്കൃഷി നടത്തി യൂറോപ്പിലേക്ക് പൂക്കൾ കയറ്റി അയക്കുന്നു. എത്യോപ്യയിലെ ഏറ്റവും പ്രധാന വ്യവസായങ്ങളിലൊന്ന് ഈ പൂക്കളുടെ കയറ്റുമതിയാണ്. ഈ സുജിത്തിനെ പോലെ ധാരാളം വിദേശികൾ അവിടെ ചെന്ന് കൃഷി നടത്തുന്നുണ്ട്. ആ നാട്ടുകാരും ഫാം നടത്തുന്നുണ്ട്. വലിയ ഫ്ലവർ ഫാമുകൾ ഈ എത്യോപ്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ ചെന്നു, വീണ്ടും ചെക്ക് ഇൻ ചെയ്തു. കാരണം ഡൊമസ്റ്റിക്കിലേക്ക് മാറി ചെന്നതാണല്ലോ. അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് 16-ാം ഗേറ്റിൽ പോയി കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 10:30-ക്കാണ് ഫ്ലൈറ്റ്. 10:30-യുടെ ഫ്ലൈറ്റിൽ കൃത്യസമയത്ത് തന്നെ ചെന്ന് കയറി. ഒരു ബൊമ്പാഡിയോ വിമാനമാണ്, ചെറിയ 10-70 പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയൊരു വിമാനം. ടർബോ പ്രോപ്പ് വിമാനമാണ്, നമ്മുടെ പ്രൊപ്പല്ലറൊക്കെ മുമ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിമാനം. അതിൽ കയറി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ഈ മെക്കേലെ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക്. ഈ മെക്കാലയിലേക്ക് 1.5 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ റോഡ് മാർഗം പോയാൽ ഏതാണ്ട് 1000 കിലോമീറ്റർ പോകണം. ഈ എത്യോപ്യയുടെ വടക്കൻ ഭാഗമൊക്കെ ധാരാളം പർവ്വതങ്ങളും താഴ്വരകളും ഇടിവ് താഴ്വരകളും ഒക്കെ ഉള്ളതാണ്. ഈ പർവ്വതങ്ങളുടെ ക്ലിഫുകളിലുള്ള ചെറിയ ഗ്രാമങ്ങൾ, പിന്നെ അഗാധമായ താഴ്വരകൾ,
ഇടിവ് താഴ്വരകൾ, അതിനകത്തൂടെ ഒഴുകുന്ന അരുവികൾ, നദികൾ, വീണ്ടും അടുത്ത പർവ്വതം പോലെ തുടങ്ങുന്നു. ഈ പർവ്വതത്തിനെല്ലാം മുകളിൽ ടേബിൾ ടോപ്പ് പോലെയാണ്, പരന്നാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഗ്രാമങ്ങളുണ്ടാവും. ഈ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഈ വലിയ ഗർത്തം ഇറങ്ങി ഏതാണ്ട് 2-3 കിലോമീറ്ററൊക്കെ താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറണം. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ. ചില ഗ്രാമങ്ങളെ ആകാശത്ത് നിന്ന് കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും. അതായത് നേർരേഖ പോലുള്ള സ്ട്രീറ്റുകൾ, ആ സ്ട്രീറ്റുകളുടെ രണ്ട് വശങ്ങളിലും നേർരേഖ പോലെ കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു. വളരെ ആസൂത്രിതമായ പട്ടണങ്ങൾ. നമ്മളൊരു യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ആസൂത്രിതമായ പട്ടണങ്ങളുള്ള രാജ്യത്തൂടെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അത്ഭുതപ്പെട്ടു പോകുന്ന നഗരാസൂത്രണം. ഇത് ഒരു ദരിദ്ര ആഫ്രിക്കൻ രാജ്യത്താണെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ഭൂനിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്. 1974 ശേഷം അവിടെ കുറേ കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നു, 87 വരെ. ആ കാലം രണ്ട് തരത്തിൽ ആ നാടിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വലിയ കൂട്ടക്കൊലകളും ഭീകരഭരണവും നടന്നിരുന്നൊരു കാലം. റെഡ് ടെറർ എന്നാണ് ആ കാലഘട്ടത്തിനെ ഇന്ന് എത്യോപ്യക്കാർ വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകളെ ഭീകരമായി കൊന്നുകളഞ്ഞു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എതിര് നിന്ന ആളുകളിൽ വലിയൊരു ശതമാനത്തെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞ ഒരു ടെററിസ്റ്റ് ഭരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പോൾപോട്ടിൻ്റെ കാലത്ത് കംബോഡിയയിലൊക്കെ നടന്നതുപോലെ സമാനമായ ഭീകരഭരണം നടന്നൊരു കാലം. അതിനെ സംബന്ധിക്കുന്ന നിരവധി മ്യൂസിയങ്ങൾ ഈ അഡീസ് അബാബയിലും മെക്കേലയിലും ഒക്കെയുണ്ട്. ആ ഭീകരഭരണത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന, ഫോട്ടോഗ്രാഫുകൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ, അതൊക്കെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് വേറെ ചില കാര്യങ്ങൾ നടന്നു. ഭൂമി നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചു. കർഷകർക്ക് കൃഷി ചെയ്യുന്ന ഭൂമി അവർക്ക് ഉപയോഗിക്കാം, പക്ഷേ മറ്റൊരു രീതിയിൽ ഒരാൾക്ക് വിൽക്കാനോ അതിൻ്റെ പ്രവർത്തനം, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മാറ്റാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കൃത്യമായ നിയമങ്ങളുണ്ടാക്കി. തലങ്ങും വിലങ്ങുമുള്ള നേർരേഖകൾ പോലുള്ള റോഡുകളുണ്ടാക്കി. ഈ റോഡുകളുടെ സൈഡിൽ എവിടെയൊക്കെ കെട്ടിടം പണിയാമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച് ആ കെട്ടിടങ്ങൾ എവിടെ പണിയാമെന്നുള്ള രൂപരേഖയുണ്ടാക്കി. ആ നിയമങ്ങളാണ് ഇന്നും പുലരുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് നോക്കുമ്പോൾ നല്ല അടുക്കും ചിട്ടയുള്ള പട്ടണങ്ങളാണ്. പക്ഷേ നമ്മൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ ഗ്രാമങ്ങളുമാണ്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മെക്കേലയിലേക്ക് വിമാനം എടുത്തു. മെക്കേലെ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കുറേ ഫാക്ടറികളൊക്കെ ഉണ്ട്, വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയൊരു പട്ടണമാണെന്ന് മനസ്സിലായി. ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടിലേക്ക് വിമാനം പോയി ലാൻഡ് ചെയ്യുകയാണ്. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ മലമുകളിൽ ചെത്തി നിരപ്പാക്കി വെച്ചിട്ട് അവിടെ പോയാണ് വിമാനം ഇറങ്ങുന്നത്. വലിയൊരു മലയല്ല, വലിയൊരു കുന്നെന്ന് വേണേൽ പറയാം. അവിടെ പോയി ലാൻഡ് ചെയ്ത ഉടനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ എയറോ ബ്രിഡ്ജൊന്നുമില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങണം, ഗോവണി വഴി ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ എയർപോർട്ടിന് പുറത്തേക്ക് ചെല്ലുന്നത് ഡൊമസ്റ്റിക് ആണല്ലോ, അവിടെ ചെക്കിംഗ് ഒന്നുമില്ല. എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഫോൺ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർനാഷണൽ റോമിംഗ് എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരാൾ ഒരു ലാൻഡ് ക്രൂസറുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, ഞാനാണ് സന്തോഷ് ജോർജ്. അപ്പോൾ അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാനാണ് ഏലിയാസ് ആയിരിക്കും എന്നെ കാത്തു നിൽക്കുക എന്നുള്ളത് സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഏലിയാസ് ഇവിടുത്തെ ഒരു ടൂർ കമ്പനി, ഈ മെക്കേലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ടൂർ കമ്പനിയുടെ പ്രതിനിധിയാണ്, അതിൻ്റെ ഒരു ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് ഞാൻ ലഗേജ് എല്ലാം വെച്ചു. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഈ മെക്കേലെ പട്ടണത്തിൽ ഞാൻ താമസിക്കുകയല്ല ചെയ്യുന്നത്. ഈ മെക്കേലെ പട്ടണത്തിൽ നിന്ന് ഇനി ഒരു 300 കിലോമീറ്റർ, ഈ മെക്കേലെ ഏതാണ്ട് 2500 മീറ്റർ ഉയരത്തിലാണ്, അതായത് മൂന്നാറിനേക്കാളൊക്കെ വളരെ ഉയരത്തിൽ ഉള്ള ഒരു പ്രദേശമാണ്, പട്ടണമാണ്. ഇനി നമ്മൾ ഡെനാക്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഏതാണ്ട് 200 കിലോമീറ്റർ നീളവും 70 കിലോമീറ്റർ വീതിയുമുള്ള ഒരു മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആ മരുഭൂമി ഉപ്പ് മരുഭൂമിയാണ്. നമ്മളുടെ റൺ ഓഫ് കച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ഉപ്പാണ്, വെള്ള നിറത്തിൽ വിശാലമായി കിടക്കുന്ന ഉപ്പ് മരുഭൂമി. ഈ ഉപ്പ് മരുഭൂമിക്കകത്ത് കുറേ അഗ്നിപർവ്വതങ്ങൾ. ഈ അഗ്നിപർവ്വതങ്ങൾ വലിയ മലയായിട്ടല്ല നിൽക്കുക, ചെറിയൊരു കുന്നുകളാണ്. അവിടെ വലിയ അത്ഭുത പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നൊരു സ്ഥലമാണ്. ഭൂമിയുടെ ഒരു അത്ഭുത പ്രദേശം, അത്ഭുതകരമായ കാഴ്ചകൾ. മാത്രമല്ല ഈ ഡെനാക്കൽ ഡിപ്രഷനിൽ വേറെ ചില ജീവിത കാഴ്ചകളുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ, ഇത്തരത്തിൽ സഞ്ചാരികൾക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നവർക്ക്, ബാക്ക് പാക്കേഴ്സിന്, സാഹസികമായ യാത്ര ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കാഴ്ചകളുണ്ട്. ഇതൊക്കെ കാണാനാണ് പോകുന്നത്. പക്ഷേ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം. അതായത് അവിടേക്ക് വേണ്ട വെള്ളം ഇഷ്ടം പോലെ കരുതണം. ഇന്നും നാളെയും ഫുൾ അവിടെയാണ്. അപ്പം 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് 2-3 പേർക്കുള്ള, അതായത് ഞങ്ങളുടെ കൂടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഗൈഡും കൂടെ കൂടും. അപ്പോൾ ഒരു 3-4-5 പെട്ടി വെള്ളം വാങ്ങിച്ചു വെച്ചു. വെള്ളത്തിന് ധാരാളം ആവശ്യം വരും, കാരണം അവിടെ ഭയങ്കര ചൂടാണ്. 43-44 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട്. ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള ഭാഗമാണ് അവിടെ. താഴോട്ട് ചെല്ലുന്തോറും ചൂട് കൂടുമല്ലോ, നമുക്കറിയാം. ഡെത്ത് വാലിയിലൊക്കെ അമേരിക്കയിൽ അങ്ങനെയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിന് വെള്ളം വേണം, പിന്നെ കഴിക്കാനുള്ള ഭക്ഷണം കരുതണം, കുറേ പഴങ്ങൾ കരുതണം, കുറച്ച് ജ്യൂസ് വാങ്ങണം. അങ്ങനെ ഇയാൾ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മോണ്യുമെൻറ്റിൻ്റെ അടുത്തേക്ക്, ഒരു സ്മാരകത്തിൻ്റെ സമീപത്തേക്ക്. വലിയൊരു സ്മാരകം നിർമ്മിതിയാണ്.
കെട്ടിടങ്ങളെക്കാൾ ഉപരി ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്മാരകം. ഈ സ്മാരകം എന്തിനു പണിതാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ടെററിൻ്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട 10 ലക്ഷത്തിലേറെ ആളുകൾക്കും പിന്നീട് ആ കാലഘട്ടത്തിലുണ്ടായ എത്യോപ്യയിലുണ്ടായ വലിയൊരു പട്ടിണിയുണ്ട്, വലിയൊരു വരൾച്ചയും അതിനെ തുടർന്നുണ്ടായ പട്ടിണിയുണ്ട്. ഈ പട്ടിണിക്കാലത്ത് ഏതാണ്ട് ഒരു 20 ലക്ഷത്തോളം ആളുകൾ വേറെയും മരിച്ചു. കൂടാതെ കുറേയേറെ ആളുകൾ ആ സമയത്ത് ഈ നാട് വിട്ട് ഈ റെഡ് ടെററും പട്ടിണിയും എല്ലാം കൂടി, അതായത് 80കൾ മുഴുവൻ, 70കളുടെ അവസാനം 80കളുടെ അവസാനം വരെ കഷ്ടകാലവും ദുരിതകാലമായിരുന്നു എത്യോപ്യയ്ക്ക്. ഒരു വശം ഈ റെഡ് ടെറർ എന്ന് പറയുന്ന തീവ്രവാദ ഒരു ഭരണം നടക്കുന്ന ഒരു വശത്ത്, പോൾപോട്ടിനെയൊക്കെ പോലെ ക്രൂരമായ ഭരണാധികാരികൾ ആ ജനത്തെ ഒന്നാകെ ഉന്മൂലനം ചെയ്യുന്നു, ചാരന്മാരെന്ന് പലരും സംശയിച്ച് കൊന്നൊടുക്കുന്നു. ഒരു സ്റ്റാലിനിസ്റ്റ് കാലത്തെ ഭരണം പോലെ, അല്ലെങ്കിൽ പോൾപോട്ടിൻ്റെ കാലത്തെ ഭരണം പോലെയായിരുന്നു ആ കാലത്ത്. നിരവധി ആളുകൾ നാട് വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ആ സമയത്ത് അവശേഷിച്ചിരുന്ന ആളുകൾക്കാണ് ഈ വരൾച്ചയും കൂടെ വന്ന് പട്ടിണിയായി. അക്കാലത്തൊക്കെ, അതായത് 83, 84 കാലത്തൊക്കെ ഈ എത്യോപ്യ വലിയ പ്രതിസന്ധിയിലായപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ ഈ എത്യോപ്യയ്ക്ക് വേണ്ടി പിടിയേരി പിരിക്കുന്ന കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. എത്യോപ്യയിലെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പിടിയേരിയൊക്കെ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോയി കൊടുത്തൊരു കാലമുണ്ട്. അത് ഈ കാലമാണ്. അന്നത്തെ വളരെ പ്രശസ്തമായൊരു ഫോട്ടോഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു. വിസർജിക്കാൻ നിൽക്കുന്ന ഒട്ടകത്തിൻ്റെ പുറകിൽ ഈ ചാണകം ഇപ്പം താഴേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു ദരിദ്ര ബാലൻ, മെലിഞ്ഞുണങ്ങിയൊരു പയ്യൻ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ചാണകം താഴെ വന്നിട്ട് അവനത് തിന്നണം. അത് ലോകത്ത് ഏറ്റവും, എനിക്ക് തോന്നുന്നത്, വലിയ അവാർഡ് കിട്ടിയൊരു ചിത്രമായിട്ടത് മാറി. എത്യോപ്യയുടെ ദാരിദ്ര്യത്തിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചൊരു ചിത്രമായിരുന്നത്. അങ്ങനെ ആ കാലത്ത് എത്യോപ്യ എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ ഉദാഹരണമായിരുന്നു. ഇപ്പോഴും പലരുടെയും മനസ്സിൽ എത്യോപ്യ എന്ന് പറഞ്ഞാൽ നീ എന്താണോ ഒരു എത്യോപ്യക്കാരനെ പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞുണങ്ങി ദാരിദ്ര്യത്തിലായി ഏറ്റു നിൽക്കാൻ ആരോഗ്യമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ അക്കാലത്ത് ആളുകൾ എത്യോപ്യയിൽ നിന്ന് കുറേയേറെ പേർ കുടിയേറിപ്പോയത് ക്യൂബയിലേക്കാണ്. ക്യൂബയും USSRും സോവിയറ്റ് യൂണിയനുമാണ് അക്കാലത്ത് എത്യോപ്യ ഈ വക ആയുധങ്ങൾ നൽകിയും ഈ മട്ടിലുള്ള ഒരു ഭരണപരിഷ്കാരത്തിന് സഹായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ ക്യൂബയിലേക്ക് പോയി. നമ്മുടെ ഈ ഏലിയാസും അക്കാലത്ത് ക്യൂബയിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ഈ കഥകളൊക്കെ, ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും ഈ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് ഈ എത്യോപ്യക്കാരനായ ഏലിയാസ് തന്നെയാണ്. പല ആളുകളും വിചാരിക്കുന്ന പോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ പഠിപ്പിച്ചു തന്ന സാധനമല്ല ഞാനീ പറയുന്നതൊക്കെ ഓരോ നാട്ടിലും ചെന്ന് ആ നാട്ടിലെ മനുഷ്യരിൽ നിന്ന് ആ ജീവിതം അനുഭവിച്ച ആളുകളിൽ നിന്ന് കിട്ടുന്ന കഥകളാണ്. ഈ പുസ്തകം വായിച്ചിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ തരുന്ന വിവരങ്ങളും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് ഛർദ്ദിക്കാനാണെങ്കിൽ ഞാൻ ഈ ലോകരാജ്യങ്ങളിൽ ഈ വെയിലും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും ആളുകളെ ഇത്രയേറെ ഫുട്ടേജ് എടുത്ത് ഇത്രയേറെ മണിക്കൂറുകൾ പണിയെടുത്ത് ഈ 45, 46 ഡിഗ്രിയുള്ള സെൽഷ്യസുള്ള പ്രദേശത്തേക്ക് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവിടെ പോകുന്നത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്, യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്, പഠിക്കാൻ വേണ്ടി തന്നെയാണ്. പഠിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ ആയിട്ടാണ് വരുന്നത്. ഇത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയ വഴിയിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്യാം. പോയിട്ട് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ സ്ഥാപിക്കുക. അപ്പോൾ ഞാനത് തിരുത്താനും തയ്യാറാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്വബോധത്തോടെ ആധികാരികതയോടെയാണ് ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത്. ഈ സ്മാരകത്തിൻ്റെ സമീപത്ത് നമ്മൾ ഇറങ്ങി. ഏലിയാസ് എന്നെ കൊണ്ടുപോകുന്നത് എൻഡാമറിയോ എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു പള്ളിയുണ്ട്. ഈ പള്ളിയൊക്കെ എത്യോപ്യൻ ശൈലിയിലാണ് പണിതിരിക്കുന്നത്. 8 മൂലകളുണ്ടാവും ഈ പള്ളിക്ക്. അങ്ങനെയാണ് മിക്കവാറും എത്യോപ്യൻ പള്ളികൾ. അല്ലാതെ ഒരു കാത്തലിക് ചർച്ച് പോലെ ഇങ്ങനെ നീളത്തിലോ അല്ലെങ്കിൽ കുരിശിൻ്റെ ആകൃതിയിലോ ഒന്നും പണിതല്ല. ഇങ്ങനെ 8 വശങ്ങളുള്ള രീതിയിൽ പണിത പള്ളിയായിരിക്കും. എത്യോപ്യയിലെ ആ ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭക്തന്മാരാണ്. ഭീകരമായ ഭക്തിയാണ് ഇവർക്ക്. ക്രിസ്മസ് അടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നോയമ്പാണ് ഇവർ. ഈ നോയമ്പ് കാലം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ഭക്തിയുടെ കാലമാണ്. മിക്കവാറും ആളുകളൊക്കെ ഒരു ദിവസത്തിൻ്റെ വലിയൊരു ശതമാനം ഈ പള്ളിയുടെ പരിസരത്തും ഒക്കെ ആയിട്ട് കൂടിയിരിക്കും. ഒരു പ്രത്യേക വെള്ള പുതപ്പൊക്കെ പുതച്ചാണ് സ്ത്രീകൾ വരിക. കതർ പോലത്തെ ഒരു തുണിയുണ്ട്. അതൊക്കെ പുതച്ച് ഭക്തി പാരവശ്യത്തോടെ ഈ പള്ളികളുടെ ചുറ്റും അല്ലെങ്കിൽ അതിൻ്റെ തിണ്ണയിൽ അതിനകത്തൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥന ഇങ്ങനെ മുഴുകിയിരിക്കും. ഒരു ധ്യാന ജീവിതമാണ്, ഒരു ആധ്യാത്മിക ജീവിതമാണ് ഇവരുടെ മൊത്തത്തിൽ. അവിടെ ഒരു എത്യോപ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. കോപ്റ്റിക് മതത്തിൻ്റെ ഒരു വകഭേദം, ഈജിപ്തിലൊക്കെയുള്ള കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റികളുടെ ഒരു വകഭേദം. ആത്മീയത ഒരു സന്യാസി ജീവിതം പോലെയാണ് അവരുടേത്. അവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിക്കൊരു മതിലുണ്ട്. ഏലിയാസ് ഈ മതിലെ പോയിട്ടൊരു 4-5 തവണ ചുംബിക്കുന്നു. അത് കഴിഞ്ഞ് കയറി ചെന്ന് പള്ളിയുടെ മുറ്റത്ത് ചുംബിക്കുന്നു. പിന്നെ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ പള്ളിയുടെ തൂണുകളിൽ ചുംബിക്കുന്നു. ഇങ്ങനെ ഇത് ഏലിയാസ് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാ ഭക്തരും ഇങ്ങനെയൊക്കെയാണ്. ഞാൻ കുറേ ദൃശ്യങ്ങളൊക്കെ പകർത്തി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോയേക്കാം, കാരണം ഇച്ചിരി നേരത്തെ എത്തിയാൽ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെടുക. അപ്പോൾ ഏലിയാസ് പറഞ്ഞു നമുക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ. ഞാൻ പറഞ്ഞു വാങ്ങണം. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയൊരു മിനി മാർക്കറ്റ് പോലത്തെ ഒരു പലചരക്ക് കട പോലത്തെ ഒരു കടയുണ്ട്. അവിടെ കയറി കുറേ വെള്ളം, ഈ പറഞ്ഞതുപോലെ 3-4 പെട്ടി വെള്ളം മേടിച്ച് വണ്ടിയുടെ പുറകെ വെച്ചു. പിന്നെ കുറച്ച് ജ്യൂസ് വാങ്ങി.
ഈ കടയിൽ നിന്ന് ഈ ജ്യൂസും ഇതെല്ലാം വാങ്ങുമ്പോൾ വേറൊരു തമാശ എന്താ അറിയോ, ഈ പലചരക്ക് കടയ്ക്കകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതിനകത്ത് ഒരു വലിയ അലമാരി നിറയെ വെച്ചിരിക്കുന്ന വിദേശ മദ്യമാണ്. ഷിവാശ്രീകൽ, ജോണി വാക്കർ, പിന്നെ ബക്കാടി, പിന്നെ എന്താണ് സ്മിർനോഫ്, ഇങ്ങനെ ലോകപ്രശസ്തമായ ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ള മദ്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുക. അതൊക്കെ യഥേഷ്ടമാണ്. അല്ലാതെ അതിനുവേണ്ടി ബാറിൽ പോകേണ്ട കാര്യമില്ല, അതിനുവേണ്ടി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല, അതിനുവേണ്ടി ബിവറേജസിന് മുമ്പിൽ കാവൽ നിൽക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതെല്ലാം കുടിച്ച് തലകുത്തി മറിഞ്ഞ ആളുകൾ നടക്കുന്നുമില്ല. അതെല്ലാം അവിടെ കിട്ടുകയും ചെയ്യും. ഈ തെരുവിലെല്ലാം ധാരാളം ഓട്ടോറിക്ഷകളുണ്ട്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് ഓട്ടോ തന്നെ. അതെല്ലാം ബജാജിൻ്റെ പെട്രോൾ എഞ്ചിൻ ഓട്ടോകൾ, വലിയ ഒച്ചയുള്ള ശബ്ദമുള്ളതല്ല, റെയർ എഞ്ചിൻ ഓട്ടോറിക്ഷകൾ. അപ്പോൾ എന്നെ ഈ കടക്കാരന് ഏലിയാസ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇന്ത്യയിൽ നിന്നു പറഞ്ഞിട്ട് കടക്കാരന് മനസ്സിലായില്ല, ഇന്ത്യ എവിടെയാണെന്ന് പുള്ളിക്ക് പിടികിട്ടിയില്ല. എന്താ അത്ഭുതമായിപ്പോയി എനിക്കത്. പക്ഷേ ഇയാളോട് പറഞ്ഞു, എടാ ഈ ഓട്ടോറിക്ഷയില്ലേ അത് വരുന്ന നാട്ടിൽ നിന്ന് വന്നതാണെന്നുള്ളതെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ ഇറങ്ങി വന്ന് എനിക്ക് ക്ഷയിക്കാൻ്റെ ഒക്കെ തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ബജാജ് ഓട്ടോയ്ക്ക് ആ നാട്ടിലുള്ള ആദരവ് എത്രയാണെന്ന്. അങ്ങനെ ഞാനൊരു രാജ്യത്ത് ബജാജ് ഓട്ടോയുടെ പേരിൽ ആദരിക്കപ്പെട്ടു, ഈ എത്യോപ്യയിലെ ഈ പലചരക്ക് കടയിൽ വെച്ച്. പലചരക്കാരന് വലിയ സ്നേഹമായിരുന്നു. അയാൾ ഒരു 2 കുപ്പി ജ്യൂസ് എക്സ്ട്രാ എനിക്ക് തന്നു, ഇത്രയും വെള്ളവും ഇത്രയും ജ്യൂസും എല്ലാം മേടിച്ചതിൻ്റെ പേരിൽ. അതോ ഈ ഓട്ടോറിക്ഷയുടെ പേരിലാണോ തന്നെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഞങ്ങൾ വീണ്ടും പോകുന്ന വഴിക്ക് വഴിയരികിൽ കുറച്ച് ബ്രെഡൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാസ് പറഞ്ഞു, നമുക്ക് 2 ബ്രെഡ് കൂടെ മേടിച്ചേക്കാം, പോകുന്ന വഴിക്ക് വേണേൽ കഴിക്കാമല്ലോ. തന്നെയല്ലേ, അങ്ങ് ചെല്ലുന്നിടത്ത് മരുഭൂമിയാണ്. അവിടെ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അപ്രാകൃതാവസ്ഥയിലാണ്. അവിടെ ചില റെസ്റ്റോറൻറ്റുകളൊക്കെ പോലെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു, പിന്നെ പോവുകയാണ്. ഈ ഏലിയാസ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്നൊക്കെയുണ്ട്. വളരെ നല്ലൊരു മനുഷ്യൻ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ പൊളൈറ്റാണ്, നമുക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നു. പക്ഷേ ഇയാൾ വലിയൊരു മണ്ടത്തരം കാണിക്കുമെന്നും നമ്മളെ വലിയൊരു പ്രതിസന്ധിയിലാക്കാൻ പോവുകയാണെന്നും ഒന്നും ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. വലിയൊരു പ്രശ്നത്തിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ മലകയറ്റം തുടങ്ങി. മലകയറ്റം എന്ന് പറഞ്ഞാൽ ഇനിയും കുറേ ദൂരം കൂടെ ഉയർന്ന ഒരു തിട്ടയിലൂടെയാണ് പോകുന്നത്. വിജനമായ പ്രദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമം വരും. ഗ്രാമങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അതൊക്കെ പിന്നിട്ട് പോകുന്നു. വഴിയരികിൽ കൂടെ വെള്ളവും തലയിൽ വെച്ച് പോകുന്ന ആളുകൾ, ഈ വലിയ മഞ്ഞ കന്നാസുകളിൽ വെള്ളമായിട്ട് പോകുന്നവർ. അങ്ങനെ കുറേ ദൂരം കൂടി നമ്മൾ അങ്കുല എന്ന് പറയുന്നൊരു പട്ടണത്തിലെത്തി. ഈ അങ്കുല പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അങ്കുലയിൽ വലിയൊരു മാർക്കറ്റുണ്ട്, ഉപ്പ് മാർക്കറ്റാണ്, ഉപ്പിൻ്റെ ചന്ത. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെനാക്കിൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് വീണ്ടും 200 മീറ്റർ താഴെയാണ്, ഏതാണ്ട് 1/4 കിലോമീറ്റർ താഴെയാണ്. അതായത് അവിടുന്ന് കുറേ അകലെയാണ് ചെങ്കടൽ, റെഡ് സീ. പണ്ടൊരു കാലത്ത് ഈ റെഡ് സീ ഈ പ്രദേശത്തെല്ലാം കയറി കിടന്നു. നമ്മൾ ഈ പോകുന്ന ഡെനാക്കിൾ ഡിപ്രഷൻ പ്രദേശമെല്ലാം റെഡ് സീയുടെ ഭാഗമായിരുന്നു. ഏതോ ഒരു ഭൂകമ്പമോ എന്തോ ഒരു വലിയ പ്രശ്നത്തെ തുടർന്ന് റെഡ് സീ പിൻവാങ്ങി ക്രമേണ കുറേ കാലം കൊണ്ട് ഈ ഉപ്പുവെള്ളം വറ്റി പോയിട്ട് ഇവിടെ അടി മുഴുവൻ ഉപ്പുറഞ്ഞു. മാത്രമല്ല പിന്നീടുണ്ടായ ഏതോ ഭൗമ പ്രതിഭാസത്തിൽ ഈ ചെങ്കടലിൽ നിന്ന് ഈ ഡെനാക്കിൾ ഡിപ്രഷൻ്റെ അടിഭാഗത്തേക്ക് ചില വിള്ളലുകൾ രൂപപ്പെട്ടു. ഈ വിള്ളലുകളിലൂടെ ഉപ്പുവെള്ളം ഇപ്പോഴും കയറി വരുന്നുണ്ട്. അത് ഈ പനച്ച് ഈ കരയിലെ മുകളിലേക്ക് കയറി വരും. അത് കുറച്ച് നാൾ വെള്ളം ഇങ്ങനെ ഉപരിതലത്തിൽ കിടന്നു കഴിയുമ്പം നല്ല ചൂടും വെയിലുമാണല്ലോ, ആവിയായി പോവും. അവിടെ നല്ല ഉപ്പിൻ്റെ സമതലം രൂപപ്പെടും. അത് ഈ നാട്ടുകാർ വെട്ടിയെടുക്കും, ഉപ്പിൻ്റെ പാറ തന്നെ രൂപപ്പെടും. ഈ നാട്ടുകാർ, അതായത് ആ ഭാഗത്ത് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുണ്ട്, അഫാർ ഗോത്രക്കാരെന്നാണ് അവർ അറിയപ്പെടുന്നത്. അഫാർ ഗോത്രവർഗ്ഗക്കാർ ഇത് വെട്ടിയെടുക്കുന്ന പ്രത്യേക രീതിയിൽ അത് അടുത്ത ദിവസം കാണുന്നുണ്ട്. ഈ വെട്ടിയെടുത്ത ഉപ്പ് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറ്റി ഏതാണ്ട് 70 കിലോമീറ്റർ ചുവന്ന് കൊണ്ടുവന്ന് ഇവർ ഈ അങ്കുല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ചന്തയിലാണ് കൊണ്ടുവന്ന് വിൽക്കുക. ഈ ചന്തയിൽ ട്രക്കുമായിട്ട് മറ്റ് നാടുകളിൽ നിന്ന് ധാരാളം കച്ചവടക്കാർ വരും. ഇവരോട് വില പറഞ്ഞ് ഈ ഉപ്പ് പാളികൾ, ഉപ്പിൻ്റെ ടൈലുകളാണ്, ഏതാണ്ട് ഒരു 2 അടി നീളവും 1 അടി വീതിയുമുള്ള ഏതാണ്ട് ഈ കനമുള്ള ഉപ്പിൻ്റെ സ്ലാബുകളാണ്. അത് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് അത് കൊണ്ടൊരു 30 എണ്ണം കെട്ടിവെക്കും. എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി പോകുന്ന വഴിക്കെല്ലാം ഈ ഒട്ടകങ്ങളും കഴുതകളും ഈ ഉപ്പിൻ്റെ ടൈലുകളും പുറത്തേറി വരുന്ന കാഴ്ചകൾ കാണാം. 10-100 ഒട്ടകങ്ങളുടെ ഈ കാരവനുകളാണെന്ന് വേണേൽ പറയാം. കോൺവോയ് ആയിട്ട് ഇതിങ്ങനെ നടന്ന് വരികയാണ്. അതിൻ്റെ കൂടെ മുമ്പിലും പുറകിലും ഓരോരുത്തരും കാണും. ഈ ഉപ്പ് വെട്ടുന്ന ഗോത്രക്കാരായ അഫാർ ഗോത്രക്കാരാണ് ഈ ഡെനാക്കിൽ ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. അവർ കുറച്ച് പ്രശ്നക്കാരാണ്. അവർ ഭയങ്കര റഫായിട്ടുള്ള ആൾക്കാരാണ്. പുറത്തുനിന്ന് വരുന്നവരൊന്നും അത്ര ഇഷ്ടമല്ല. അവരവരുടേതായ ഒരു ഗോത്രജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് ക്യാമറ ഇഷ്ടമല്ല, ടൂറിസ്റ്റുകളെ ഇഷ്ടമല്ല. പക്ഷേ അവിടേക്ക് ടൂറിസ്റ്റുകളായി പോകുന്നവരിൽ നിന്ന് ഗവൺമെൻറ് ഒരു നല്ല സംഖ്യ മേടിച്ച് ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ക്ഷമയോടെ അവർ നമ്മളെ സഹിക്കുന്നതാണ്. അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല അങ്ങോട്ട് അവരുടെ പ്രദേശത്തേക്ക് ചെല്ലുന്നത്. അവർക്ക് കൂടുതൽ കൂറി എത്യോപ്യയോടുള്ളതിനേക്കാൾ അപ്പുറത്തുള്ള എറിത്രിയ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കാശ്മീരും കൂടെ മനസ്സിൽ കണ്ടാൽ മതി.
ഏകദേശം ഏതാണ്ട് അതേപോലെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അവിടെ കുറേ ആളുകളെങ്കിലും എറിത്രിയയിൽ നിന്ന് തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറി ഈ പ്രദേശത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ഈ പറഞ്ഞ ഡെനാക്കിൾ ഡിപ്രഷൻ ഉൾപ്പെടുന്ന അഫാർ ഗോത്രക്കാരുടെ ഈ പ്രദേശത്തെയെല്ലാം എറിത്രിയയുടെ ഭാഗമാക്കി മാറ്റണം, അല്ലെങ്കിൽ സ്വതന്ത്രമായൊരു പ്രദേശമാക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. ഞാനാ പോകുന്നതിൻ്റെ കുറച്ച് നാളുകൾ മുമ്പ് പോലും അവിടെ ഭീകരാക്രമണം ഉണ്ടായി, തീവ്രവാദി ആക്രമണം ഉണ്ടായി, കുറേ ടൂറിസ്റ്റുകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, കുറേ പേരെ കൊന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്ത് അങ്ങ് പോകുമ്പോഴാണ് ഇത്രയും ഗൗരവമായ വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. ഈ ഉപ്പിൻ്റെ കച്ചവടം നടക്കുന്ന മാർക്കറ്റാണ് അങ്കുല. പണ്ട് ഇവിടുന്ന് ലോറിയിലായിരുന്നില്ല പോയിരുന്നത്. ഈ അങ്കുല മാർക്കറ്റിൽ നിന്ന് കച്ചവടം നടത്തിയ സാധനങ്ങൾ വീണ്ടും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമായിട്ട് 10,000, 2,000, 3,000 വർഷങ്ങളായിട്ട് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലേക്കും ഉപ്പിൻ്റെ കച്ചവടം നടത്തിയിരുന്ന ചന്തയാണ് അങ്കുല. അവിടെ മുന്നിട്ട് നമ്മൾ പോകുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒട്ടകങ്ങളും കഴുതകളും ഇങ്ങനെ ഈ ഉപ്പുപാറകൾ പുറത്തും കെട്ടിവെച്ച് നല്ല ചതുരക്കട്ടകളായിട്ടാണ്, സ്ലാബുകളായിട്ടാണ്. അതുകൊണ്ട് 10-30 എണ്ണം കാണും ഒട്ടകത്തിന്, 10, 15, 20 എണ്ണമൊക്കെ കഴുതയുടെ പുറത്ത് ഇവർ വരുന്നത് കാണാം. അത് മുന്നിട്ട് പിന്നെ നമ്മൾ മല ഇറങ്ങുകയാണ്. നമ്മൾ ഇത്രയും നേരം പോയി, ഞാൻ പറഞ്ഞല്ലോ 10,200, 3,000 മീറ്റർ ഉയരത്തുകൂടിയാണെങ്കിൽ ഇനി സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ താഴേക്ക് ഇറങ്ങണം. ഇനി താഴേക്കുള്ള ഇറങ്ങി അപ്പോൾ രണ്ട് വശത്തും വനമാണ്. അങ്ങനെ താഴേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് അഫാർ ഗോത്രക്കാരുടെ വീടുകളാകുന്നു. അഫാർ ഗോത്രക്കാർ ഈ എത്യോപ്യക്കാരെ പോലെ ഉള്ളൊരു സ്വഭാവമല്ല. കുറച്ചുകൂടെ നീണ്ടു മെലിഞ്ഞ രൂപം, കുറച്ചുകൂടെ കറുത്ത രൂപമാണ്. കുറച്ചുകൂടെ ഈ ജിബൂട്ടിയിലൊക്കെ കണ്ടതരം മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ജിബൂട്ടി, എറിത്രിയ ഈ പ്രദേശത്തൊക്കെയുള്ള ഒരു ഗോത്ര വിഭാഗമാണ് അഫാർ ഗോത്രക്കാർ. കുറച്ച് റഫായിട്ടുള്ള ആളുകളാണ്, ഒട്ടും മെരുങ്ങാത്തേന ആളുകളാണ്. അവർ അല്പം ക്രൂരന്മാരാണ്, കുറച്ച് പിടിവാശിക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാരാണ്. കുറച്ച് സഹൃദയന്മാരല്ലെന്ന് വേണേൽ പറയാം. ആ പ്രദേശത്തൂടെ കുറേ ദൂരം കൂടി നമ്മൾ ബെർഹാലെ എന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. ഈ ബെർഹാലെ എത്തുന്നതോടുകൂടി നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 10-70 മീറ്റർ താഴെയുള്ള പ്രദേശത്തേക്ക് എത്തുകയാണ്. അപ്പോഴത്തേക്കും താന്ന് നമ്മൾ എത്തി. അവിടെയും മരുഭൂമി പോലെ കിടക്കുകയാണ്. സസ്യജാലങ്ങൾ അധികമൊന്നുമില്ല, വരണ്ട പ്രദേശങ്ങൾ, ഭിത്തിയും മേൽക്കൂരയും ഒക്കെ തകരം കൊണ്ട് മറച്ച കെട്ടിടങ്ങളാണ്. അത് വഴിയരികിൽ ഇങ്ങനെ നിരന്ന് കാണാം. അതാണ് പ്രധാന കെട്ടിടങ്ങൾ. വേറെ ചില കെട്ടിടങ്ങൾ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഭിത്തി പണിത് മേൽക്കൂരയും ചുള്ളിക്കമ്പ് നിരത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ മഴ പെയ്യാറില്ല ഒരിക്കലും. മഴ പെയ്യാത്തടത്തിപ്പം ചുള്ളിക്കമ്പോ വെയിൽ കൊള്ളാതിരിക്കുക മാത്രമേ ഇവരുടെ ആവശ്യം. വെയിൽ കൊള്ളാതിരിക്കാൻ മുകളിൽ ചുള്ളിക്കമ്പുകൾ അടുക്കി വെച്ചാൽ മതി. അപ്പോൾ പല ലെവലായിട്ട് ഒരു ചുള്ളിക്കമ്പ് ഇങ്ങനെ അടുക്കി വെക്കുമ്പം വലിയ വെയിലിൻ്റെ ചൂടകത്തേക്ക് വരികയില്ല, വായു മുകളിലേക്ക് പോവുകയും ചെയ്യുന്നതിനിടയ്ക്ക് കൂടെ. അല്ലാതെ ഷീറ്റൊന്നും ഇടേണ്ട കാര്യമില്ല, മഴ പെയ്യാറില്ല അവിടെ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ വീടുകൾ. അവിടെ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പായി, എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏലിയാസിനോട് പറഞ്ഞു, ഏലിയാസിനെ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഭക്ഷണം കിട്ടുന്ന വല്ല സ്ഥലമുണ്ടോ ഈ ഗ്രാമത്തിൽ? അദ്ദേഹം പറഞ്ഞു കാണുമായിരിക്കും, നമുക്കൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആരോടൊരു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ വഴി ഒന്ന് ഉള്ളിലേക്ക് തിരിയുമ്പോൾ മറ്റൊരു സ്ഥലത്തോടെയുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ ഈ ചുള്ളിക്കമ്പിൻ്റെ പുറത്തെല്ലാം പെയിൻ്റ് അടിച്ച്, മൾട്ടി കളർ പെയിൻറ്റിങ് അടിച്ച ഒരു കെട്ടിടം കണ്ടു. അതായത് ഈ എത്യോപ്യയുടെ പല ഭാഗത്തും ഇത്തരം മൾട്ടി കളർ പെയിൻറ്റിങ് ഭിത്തിയെ കണ്ടാൽ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് അതിൻ്റെ സൂചന. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഒരു യുവതിയാണ് അതിൻ്റെ മാനേജരും വിളമ്പുകാരിയും എല്ലാം. അവളെന്നാ വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇഞ്ചറ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇഞ്ചറയാണ് അവിടുത്തെ വിശിഷ്ട ഭക്ഷണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇഞ്ചറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഇഞ്ചറ കഴിക്കും. ഇഞ്ചറയും തിപ്സ് എന്ന് പറയുന്ന ആട്ടിറച്ചി കൊണ്ടുള്ള ഭക്ഷണമാണ് പ്രധാന വിഭവം. അപ്പോൾ ഏലിയാസിനൊരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നോയമ്പ് കാലമാണ്. ഏലിയാസിന് വെജിറ്റബിൾ കറി മതി, ഇഞ്ചറയും വെജിറ്റബിൾ കറിയും. അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും മതി ഇഞ്ചറയും വെജിറ്റബിൾ കറി മതി. കാരണം നോയമ്പെടുത്തിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ആട്ടിറച്ചി വിഭവമൊക്കെ മേടിച്ച് കഴിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് വേണ്ട, നിങ്ങളൊരു ടൂറിസ്റ്റാണ്, എനിക്കതൊരു പ്രശ്നമേ ഇല്ല. തന്നെയല്ല, ഈ നോയമ്പിന് കൂടുതൽ ഗുണം കിട്ടുന്നത് നിങ്ങളൊരാൾ മുമ്പിലിരുന്ന് ആട്ടിറച്ചി കണ്ടുകൊണ്ട് അത് കഴിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ നോയമ്പിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ ആട്ടിറച്ചിക്കറി കഴിക്കണം. ശരി, ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഈ തിപ്സ് എന്ന് പറയുന്ന ആട്ടിറച്ചി ഒരു പ്രത്യേക ചേരുവയൊക്കെ ചേർത്ത് വറുത്ത ആ വിഭവവും, ഇഞ്ചറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മസാല ദോശ പോലെ ഇരിക്കും. മസാല ദോശയ്ക്കകത്ത് മസാല വെക്കാത്ത അത്ര വലിപ്പമുണ്ട് നിവർത്ത് വെച്ചാൽ. തെഫ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ധാന്യമുണ്ട്, മില്ലറ്റാണ്. അത് അരച്ച് തലേദിവസം തന്നെ പുളിപ്പിക്കാൻ വെച്ച് 12 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ പുളിച്ച് നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കല്ലിൽ ഇങ്ങനെ ചുട്ടെടുത്ത് കൊണ്ടുവന്ന് വെക്കും. അത് ചുരുട്ടിയാണ് വെക്കുക, ഇച്ചിരി സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. ദോറവാത്ത് എന്ന് പറഞ്ഞ വേറൊരു കറിയുണ്ട് ഇവർക്ക്. മുട്ടയും കോഴിയിറച്ചിയും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ മുട്ട റോസ്റ്റ് പോലെ ഇരിക്കും. അതിനകത്ത് കോഴിയിറച്ചിയും കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ പക്ഷേ തിപ്സേ ഇന്നുണ്ടായിരുന്നുള്ളൂ. ഞാനിത് കഴിച്ചു. അങ്ങേര് വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരൊക്കെ എൻ്റെ വട്ടത്തിൽ കൂടി എൻ്റെ ക്യാമറ കാണാനും കൗതുകമൊക്കെ. അതിലൊരു പയ്യന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇത്രയും റിമോട്ടായ ഒരു ഗോത്ര ഗ്രാമത്തിൽ, ഒരു മരുഭൂ ഗ്രാമത്തിലെ കുട്ടി എന്നോട് നല്ല ഗംഭീര ഇംഗ്ലീഷ് സംസാരിച്ചു. എഡ്യൂക്കേഷൻ സിസ്റ്റം ആഫ്രിക്കയിൽ തരവില്ല.
അതിഗംഭീരമാണ്. ഇംഗ്ലീഷിൽ ഒരു നല്ല സെൻറ്റൻസ് തെറ്റില്ലാതെ പറയാൻ കഴിയുന്ന എത്ര പേര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്നുള്ള നമുക്ക് സംശയം തോന്നും നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇനി നമുക്ക് അതിർത്തിയിലേക്ക് പോകണം. അതായത് ഈ ഡെനാക്കിൾ ഡിപ്രഷൻ്റെ അതിർത്തി പ്രദേശം, അവിടം കഴിഞ്ഞാൽ പിന്നെ മരുഭൂമി അങ്ങ് നീണ്ടു പോവുകയാണ്. പിന്നെ ഈ മരുഭൂമി കഴിഞ്ഞാൽ പിന്നെ എറിത്രിയ എന്ന് പറഞ്ഞ രാജ്യമാണ്, പിന്നെ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ ഓടി നമ്മൾ ഹമദേല എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെത്തി. ഈ ഹമദേലയാണ് അവസാനത്തെ ഗ്രാമം. ഈ ഹമദേല ഗ്രാമക്കാരാണ് ഈ ഉപ്പ് വെട്ടാൻ പോകുന്നത്. അതായത് ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ ഇനി പോയി കഴിഞ്ഞാൽ ഈ ഉപ്പിൻ്റെ സമതലമാണ് ഞാൻ പറഞ്ഞല്ലോ. അത് തുടങ്ങുന്നത് ഈ ഹമദേല ഗ്രാമത്തിലാണ്. ഹമദേല ഗ്രാമത്തിൽ ചെന്നു. അവിടെ നമുക്ക് വേണ്ടി താമസം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. സ്ഥലത്തേക്ക് ചെല്ലുമ്പം ഈ പറഞ്ഞ ചുള്ളിക്കമ്പുകൾ കൊണ്ട് മേഞ്ഞ ഒരു കെട്ടിടമുണ്ട്. മേൽക്കൂര ചുള്ളിക്കമ്പ്, ചുവരുകൾ ചുള്ളിക്കമ്പ്. ഇതിൻ്റെ മുറ്റത്ത് കുറേ കയറുകട്ടിലുകൾ നിരത്തിയിട്ടുണ്ട്. അതായത് കാട്ടുമരം കൊണ്ട് കാലൊക്കെ പണിത കുറച്ച് കട്ടിലുകൾ. ഏലിയാസ് അവിടെ ചെന്ന് ആരെയൊക്കെ ഫോൺ ചെയ്തു. അപ്പോൾ ഒരാൾ ഇറങ്ങി വന്നു. അയാൾ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ ഒരു കട്ടിൽ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ അക്കോമഡേഷൻ, ഇന്ന് രാത്രി ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു സൂചന എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞെട്ടിയൊന്നുമില്ല. പക്ഷേ ഇത്ര പോലത്തെ ഗംഭീരമായൊരു ആംബിയൻസിൽ, അതായത് ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ തണുപ്പ് വീഴും. തണുപ്പ് വീഴുമ്പോൾ ഈ വെളിമ്പറമ്പിൽ ഈ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് 8-10 കട്ടിലുകൾ നിരത്തിയിട്ടുണ്ട്. അത് പലർക്കുള്ളതാണ്. ഓരോ റൂം കൊടുക്കുന്ന പറഞ്ഞാൽ എനിക്കൊരു കട്ടിൽ അനുവദിച്ചു തന്നു. ഈ കട്ടിലിൽ ഇനി ആകാശം കണ്ട് നക്ഷത്രങ്ങൾ എണ്ണി ഇന്ന് രാത്രി കിടന്നുറങ്ങാം. പിന്നെ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം തരും. അത്താഴമുണ്ട് ഇവിടെ. അത് കഴിക്കേണ്ട സമയമാകുമ്പം പ്ലേറ്റേ കൊട്ടും. അപ്പോൾ അവിടെ പോയിരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ഭക്ഷണം റെഡിയാകുമ്പോൾ നമ്മൾ വിവരം പറയും. അപ്പോൾ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം തരും. പിന്നെ അത് കഴിഞ്ഞ് കിടക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ കറണ്ടില്ല, ഫോണില്ല. മൊബൈൽ ഫോണിന് സിഗ്നൽ കിട്ടും. കാരണം അവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ ഒത്തിരി പട്ടാളക്കാർ താമസിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടുത്തെ ജനറേറ്റർ കൊണ്ട് അവിടെ വൈദ്യുതി ഉണ്ടാക്കും. കൂടാതെ അവിടെ ഒരു മൊബൈൽ സിഗ്നലുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ മൊബൈലും സിഗ്നൽ കിട്ടുന്നുണ്ട്, മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നേരെ ഒരു 6:30 കഴിഞ്ഞു. നേരം പയ്യെ ഇരുളാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഏലിയാസിനെ പിന്നെ കുറേ നേരത്തേക്ക് കാണുന്നില്ല. പിന്നെ നോക്കുമ്പം ഈ വഴിയുടെ അരികിൽ ഈ പറമ്പിലേക്ക്, ഈ കെട്ടിടത്തിൻ്റെ മുമ്പിലേക്ക് കയറി വരുന്നിടത്ത് നിന്ന് ഏലിയാസും വേറെ 2-3 പേരും കൂടെ വലിയ തർക്കത്തിലാണ്. എന്തോ സംഭാഷണത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നാട്ടുകാരുടെ ഒരു ശൈലിയാണല്ലോ, അവരെന്തോ വലിയ ഗൗരവമായ കാര്യങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചേ. കുറേ നേരം ഈ ചർച്ച പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ താമസിക്കുന്ന കട്ടിലിൻ്റെ ഉടമകളുടെ ആ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിത്തന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇരുട്ടിക്കഴിഞ്ഞാൽ നിലത്തുകൂടെ അധികം നടക്കരുത്. കട്ടിലേക്ക് കയറി ഒന്നെങ്കിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. കാരണം മരുഭൂമിയിലുള്ള ഒരു തരം തേൾ ഇവിടെയുണ്ട്, അത് കടിക്കും. അപ്പോൾ എനിക്കൊന്നുകൂടെ പേടിയായി. അപ്പോൾ ഞാൻ കട്ടിലേ തന്നെ ഇങ്ങനെ ചമ്രം പടിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏലിയാസ് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? ഇന്ന് രാത്രി നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം? അതായത് നമ്മൾ പെർമിറ്റ് എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, പെർമിറ്റ് എടുത്തിട്ടില്ലേ? പെർമിറ്റൊക്കെ എടുക്കണമെന്ന് സുജിത്തിൻ്റെ അടുത്ത് പറയുകയും നിങ്ങളുടെ ടൂർ കമ്പനി എനിക്ക് വേണ്ടി പെർമിറ്റ് ഉൾപ്പെടെ എടുത്തു എന്ന് പറയുകയും ചെയ്താണല്ലോ. എടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത് ടൂർ കമ്പനിയുടെ ഓഫീസിലിരിക്കുന്നത്. ഞാനത് മേടിച്ചുകൊണ്ട് വരാൻ മറന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഗ്രാമത്തിൽ സന്ധ്യയായപ്പോൾ ഇയാൾ പറയുകയാണ് ഇന്നിവിടെ കിടക്കാൻ പറ്റില്ല, ഇതൊരു പ്രത്യേക ടെറിട്ടറിയാണ്, അതിർത്തിയായിട്ട് ചേർന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ്. ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന എല്ലാവരും പെർമിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ആ പെർമിറ്റ് കാണിച്ചെങ്കിൽ ഇവിടെ കിടക്കാൻ പാടുള്ളൂ. അതിന് പ്രത്യേക അതോറിറ്റി, പ്രത്യേക ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയുണ്ട്. അവർ വന്നാണ് ഇയാളുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവസാനം പോയി ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തേയില്ല. ഞാൻ ഏലിയാസിനോട് പല ആശയങ്ങളും പറഞ്ഞു കൊടുത്തു. ഞാൻ സുജിത്തിനെ വിളിച്ചു, സുജിത്ത് ഇവരെ വിളിച്ചു. 1/4 മണിക്കൂർ നേരം ചർച്ച ചെയ്തു. ഒരു മാർഗ്ഗവുമില്ല. അവസാനം സുജിത്ത് ടൂർ കമ്പനിയെ വിളിച്ചു, ഫയർ ചെയ്തു. കാരണം ഇത്ര നിരുത്തരവാദപരമായിട്ട് ഡെനാക്കിൾ ഡിപ്രഷൻ ടൂറിന് വേണ്ടി മാത്രം മെക്കേലയിൽ നിന്ന് ഈ കാറ്, ഈ ഏലിയാസ് എന്ന് പറഞ്ഞ ഡ്രൈവർ, ഇവിടുത്തെ പ്രത്യേക പെർമിറ്റ്, ഇവിടെ താമസിക്കുന്ന ഈ കിടക്കുന്നതിനുള്ളത്, നാളെ പകൽ മുഴുവൻ സഞ്ചരിക്കുന്ന എല്ലാം കൂടെ $700-800 ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 60,000-ഓളം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഈ 2 ദിവസത്തിന്. എന്നിട്ടാണ് ഇത്ര ഉത്തരവാദിത്തരഹിതമായിട്ട് പെരുമാറിയിരിക്കുന്നത്. ഇന്ന് എന്താണെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് തീരുമാനമായി. അവിടുത്തെ പോലീസ് ഇടപെട്ടു, അവിടുത്തെ ലോക്കൽ ഭരണാധികാരി ഇടപെട്ടു. നമ്മൾ ഉടൻ തന്നെ പുറത്ത് പോകണമെന്നായി. ഇവിടെ ഇന്ന് കിടക്കാൻ പറ്റില്ല. ഞാൻ ആകെ പ്രതിസന്ധിയിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ ആ ഇരുട്ടത്ത് ഞാൻ ആ കട്ടിലെ ചമ്രം പിടിച്ചിരുന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക്
സഞ്ചാരം എന്ന് SMS ചെയ്യൂ.